ഇന്ന് ദിവസം 179. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 11-12, ആമോസ് അധ്യായങ്ങൾ 4 മുതൽ 6 വരെ, സങ്കീർത്തനങ്ങൾ 122. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 11. യൂദാരാജ്ഞി അത്താലിയ. അഹസ്യായുടെ അമ്മ അത്താലിയ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തെ സമൂലം നശിപ്പിച്ചു. എന്നാൽ അഹസ്യായുടെ സഹോദരിയും യോറാം രാജാവിൻ്റെ പുത്രിയുമായ യഹോഷേബ രാജകുമാരന്മാർ വധിക്കപ്പെടുന്നതിന് മുൻപ് അഹസ്യായുടെ പുത്രൻ യോവാഷിനെ ധാത്രിയോടൊപ്പം കിടക്കറയിൽ ഒളിപ്പിച്ചു. അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല. അത്താലിയയുടെ 6 കൊല്ലത്തെ ഭരണകാലമത്രയും അവൻ കർത്താവിൻ്റെ ഭവനത്തിൽ ധാത്രിയോടുകൂടെ ഒളിവിൽ താമസിച്ചു. 7-ാം വർഷം യഹോയദ കെരേത്യരുടെയും അംഗരക്ഷകരുടെയും നായകന്മാരെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വിളിപ്പിച്ചു. അവിടെ അവൻ അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു. അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവൻ കൽപ്പിച്ചു, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: സാപത്തിൽ തവണയ്ക്ക് വരുന്ന 1/3 ഭാഗം ആളുകൾ കൊട്ടാരം കാക്കണം. 1 വിഭാഗം സൂർ കവാടത്തിലും 3-ാമത്തെ ഭാഗം അംഗരക്ഷകന്മാരുടെ പിറകിലുള്ള കവാടത്തിലും നിൽക്കണം. സാപത്തിൽ തവണമിടുന്ന 2 വിഭാഗങ്ങൾ ആയുധമേന്തി കർത്താവിൻ്റെ ആലയത്തിൽ എപ്പോഴും രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം. സൈന്യത്തെ സമീപിക്കുന്നവൻ ആരായാലും അവൻ കൊല്ലപ്പെടണം. നായകന്മാർ പുരോഹിതൻ യഹോയദായുടെ കൽപ്പന അനുസരിച്ച് അവർ സാപത്തിൽ തവണ വന്നവരും വിട്ടവരുമായ തങ്ങളുടെ സൈന്യത്തെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരോഹിതൻ കർത്താവിൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീദ് രാജാവിൻ്റെ കുന്തങ്ങളും പരിചകളും നായകന്മാരെ ഏൽപ്പിച്ചു. കാവൽഭടന്മാർ ആയുധധാരികളായി തെക്കുവശം മുതൽ വടക്കുവശം വരെ ബലിപീഠത്തിനും ആലയത്തിനും ചുറ്റും നിലകൊണ്ടു. അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു കിരീടമണിയിച്ച് അധികാരപത്രവും നൽകി. അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ച് അഭിഷേകം ചെയ്തു. അവർ കരഘോഷത്തോടെ രാജാവ് നീണാൾ വാഴട്ടെ എന്നുദ്ഘോഷിച്ചു. കർത്താവിൻ്റെ ആലയത്തിൽ ജനത്തിൻ്റെയും കാവൽക്കാരുടെയും ശബ്ദം കേട്ട് അത്താലിയ അങ്ങോട്ട് ചെന്നു. രാജാവ് ആചാരമനുസരിച്ച് തൂണിൻ്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു. സേനാനായകന്മാരും കാഹളം മുഴക്കുന്നവരും രാജാവിൻ്റെ അടുത്ത് നിന്നിരുന്നു. ജനങ്ങളെല്ലാം ആനന്ദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം, രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു. പുരോഹിതൻ യഹോയദ സേനാധിപതികളോട് കൽപ്പിച്ചു, അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ. അവളുടെ പക്ഷം ചേരുന്നവരെ വാളിനിരയാക്കുവിൻ. ദേവാലയത്തിൽ വച്ച് അവളെ വധിക്കരുത്. അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിൻ്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്ന് അവിടെ വച്ച് വധിച്ചു. തങ്ങൾ കർത്താവിൻ്റെ ജനമായിരിക്കുമെന്ന് രാജാവിനെയും ജനത്തെയും കൊണ്ട് കർത്താവുമായി യഹോയദ ഉടമ്പടി ചെയ്യിച്ചു. ജനവും രാജാവും തമ്മിലും ഉടമ്പടി ചെയ്യിച്ചു. ദേശത്തെ ജനം ഒരുമിച്ച് ബാൽ ഭവനത്തിൽ കടന്ന് അത് തകർത്തു. ബലിപീഠവും വിഗ്രഹങ്ങളും തച്ചുടയ്ക്കുകയും ബാലിൻ്റെ പുരോഹിതൻ മത്താനെ ബലിപീഠത്തിനു മുൻപിൽ വച്ച് കൊല്ലുകയും ചെയ്തു. അനന്തരം പുരോഹിതൻ കർത്താവിൻ്റെ ഭവനം സൂക്ഷിക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തി. അവൻ കാവൽ സൈന്യത്തിൻ്റെ കവാടത്തിലെ പടനായകന്മാർ, കരീത്യർ, കാവൽക്കാർ എന്നിവരുടെയും ജനത്തിൻ്റെയും അകമ്പടിയോടെ രാജാവിനെ ദേവാലയത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ജനം ആഹ്ലാദഭരിതരായി. കൊട്ടാരത്തിൽ വച്ച് അത്താലിയ വധിക്കപ്പെട്ടപ്പോൾ നഗരം ശാന്തമായി. ഭരണമേൽക്കുമ്പോൾ യോവാഷിന് 7 വയസ്സായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 12. യോവാഷ് യൂദാ രാജാവ്. യേഹൂവിൻ്റെ 7-ാം ഭരണവർഷം യോവാഷ് വാഴ്ച തുടങ്ങി. അവൻ ജെറുസലേമിൽ 40 വർഷം വാണു. ബേർഷേബക്കാരി സിബിയായിരുന്നു അവൻ്റെ മാതാവ്. പുരോഹിതൻ യഹോയദായുടെ ശിക്ഷണത്താൽ യോവാഷ് കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവിടെ ബലിയർപ്പണവും ധൂപാർച്ചനയും നടത്തി. യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു, കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ വിലയും ഓരോരുത്തർക്ക് നിശ്ചയിച്ചിരിക്കുന്ന തുകയും ശോഭിഷ്ട കാഴ്ചകളും പുരോഹിതന്മാർ തങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് വാങ്ങി ദേവാലയത്തിന് വേണ്ട അറ്റകുറ്റപ്പണികൾ നിർവഹിക്കണം. യോവാഷിൻ്റെ 23-ാം ഭരണവർഷം വരെ പുരോഹിതന്മാർ ദേവാലയത്തിന് അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തില്ല. അതിനാൽ യോവാഷ് രാജാവ് യഹോയദായെയും മറ്റു പുരോഹിതന്മാരെയും വരുത്തി ചോദിച്ചു,
ദേവാലയത്തിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതെന്ത്? ഇനിമേൽ നിങ്ങളെ സമീപിക്കുന്നവർ തരുന്ന പണം നിങ്ങളെടുക്കാതെ അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുക്കുവേൻ. അങ്ങനെ ജനത്തിൽ നിന്ന് പണം വാങ്ങി പുരോഹിതന്മാർ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പുരോഹിതൻ യഹോയാദായ അടപ്പിൽ ദ്വാരമിട്ട ഒരു പെട്ടി ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ വലതുവശത്ത് ബലിപീഠത്തിന് സമീപം സ്ഥാപിച്ചു. കർത്താവിൻ്റെ ഭവനത്തിൽ ലഭിച്ച പണം വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അതിൽ നിക്ഷേപിച്ചു. പെട്ടി നിറയുമ്പോൾ രാജാവിൻ്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതനും പണം എണ്ണി സഞ്ചികളിൽ കെട്ടിവെക്കും. ദേവാലയത്തിലെ ജോലികളുടെ മേൽനോട്ടം വഹിക്കുന്നവരെ അവർ ആ പണം ഏൽപ്പിക്കും. അവർ അത് കർത്താവിൻ്റെ ഭവനത്തിലെ മരപ്പണിക്കാർ, ദേവാലയ ശില്പികൾ, കൽപ്പണിക്കാർ, കല്ലുവെട്ടുകാർ എന്നിവർക്ക് കൂലി കൊടുക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കായി തടിയും ചെത്തിയെടുത്ത കല്ലും വാങ്ങുന്നതിനും മറ്റു ചെലവുകൾക്കുമായി വിനിയോഗിച്ചു. കർത്താവിൻ്റെ ഭവനത്തിൽ വരുന്ന പണം കൊണ്ട് വെള്ളിപ്പാത്രങ്ങൾ, തിരിക്കത്രികകൾ, കോപ്പകൾ, കാഹളങ്ങൾ, സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള മറ്റു പാത്രങ്ങൾ ഇവയൊന്നും വാങ്ങിയില്ല. കർത്താവിൻ്റെ ഭവനത്തിലെ അറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് അത് നൽകി. ജോലിക്കാർക്കുള്ള പണം ഏറ്റുവാങ്ങിയവർ കണക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല. വിശ്വസ്തയോടെയാണ് അവർ പണം ചെലവാക്കിയത്. പ്രായശ്ചിത്ത ബലിയായും പാപപരിഹാര ബലിയായും ലഭിച്ച പണം ദേവാലയത്തിൽ നിക്ഷേപിച്ചില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. അക്കാലത്ത് സിറിയ രാജാവായ ഹസായേൽ യുദ്ധം ചെയ്ത് ഗത്ത് പിടിച്ചടക്കി. അവൻ ജെറുസലേമിനെതിരെ പുറപ്പെടാൻ ഭാവിച്ചു. അപ്പോൾ യൂദാ രാജാവായ യോവാഷ് തൻ്റെ പിതാക്കന്മാരും യൂദാ രാജാക്കന്മാരുമായ യഹോഷാഫാത്ത്, യഹോറാം, അമസിയ എന്നിവർ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളും തൻ്റെ കാഴ്ചകളും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരങ്ങളിലെ സ്വർണ്ണ നിക്ഷേപങ്ങളും എടുത്ത് സിറിയ രാജാവായ ഹസായേലിന് അയച്ചു കൊടുത്തു. അങ്ങനെ ഹസായേൽ ജെറുസലം വിട്ടു. യോവാഷിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യോവാഷ് സില്ലായിലേക്ക് പോകും വഴി മില്ലോയിലുള്ള ഭവനത്തിൽ വെച്ച് ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു. ഷെമയാത്തിൻ്റെ പുത്രൻ യോസാക്കറും ഷേമറിൻ്റെ മകൻ യഹോസബാദുമാണ് അവനെ വധിച്ചത്. അവനെ ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. പുത്രൻ അമാസിയ രാജാവായി. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 4. ദരിദ്രരെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടിയരയ്ക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന സമരിയായിലെ ബാഷാൻ പശുക്കളെ ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്തിരിക്കുന്നു. ശത്രു നിങ്ങളെ കൊളുത്തിട്ടഴയ്ക്കുന്ന നാൾ വരുന്നു. നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്തു വലിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള മതിൽ പിളർപ്പുകളിലൂടെ പുറത്തു കടക്കും. ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും. ഇസ്രായേലിൻ്റെ ദുശ്ശാഠ്യം. ബഥേലിൽ ചെന്ന് അകൃത്യം ചെയ്യുവിൻ. ഗിൽഗാലിൽ ചെന്ന് കഴിയുന്നത്ര അകൃത്യങ്ങൾ ചെയ്യുവിൻ. പ്രഭാതം തോറും നിങ്ങളുടെ ബലികളും എല്ലാ 3-ാം ദിവസവും നിങ്ങളുടെ ദശാംശങ്ങളും കൊണ്ടുവരുവിൻ. പൊളിപ്പിച്ച മാവ് കൊണ്ട് കൃതജ്ഞതാബലി അർപ്പിക്കുവിൻ. നിങ്ങളുടെ സ്വാഭീഷ്ട കാഴ്ചകൾ കൊട്ടിഘോഷിക്കുവിൻ. ഇസ്രായേൽ ജനമേ, അതാണ് നിങ്ങൾക്കിഷ്ടം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിൻ്റെ തരി പോലും ഇല്ലാതാക്കി. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി. ഒരു നഗരത്തിൽ മഴ പെയ്യിച്ചപ്പോൾ മറ്റൊന്നിൽ പെയ്യിച്ചില്ല. ഒരു വയലിൽ മഴ പെയ്തപ്പോൾ മഴ ലഭിക്കാതെ മറ്റൊരു വയൽ വരണ്ടോ? 2-3 നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോയി. അവിടെ അവർക്ക് അത് തൃപ്തിയാവോളം ലഭിച്ചില്ല. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, സസ്യങ്ങളെ ഉണക്കുന്ന കാറ്റുവീഴ്ച കൊണ്ടും പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു. തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഞാൻ ഫലശൂന്യമാക്കി. അത്തിവൃക്ഷങ്ങളും ഒലിവ് മരങ്ങളും വെട്ടുകിളികൾ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരി അയച്ചു. നിങ്ങളുടെ യുവാക്കളെ ഞാൻ വാളിനിരയാക്കി. നിങ്ങളുടെ കുതിരകളെ ഞാൻ പിടിച്ചുകൊണ്ടുപോയി. പാളയങ്ങളിലെ ദുർഗന്ധം കൊണ്ട് നിങ്ങളുടെ നാസികകൾ ഞാൻ നിറച്ചു. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, സോദോമിനെയും ഗൊമോറായെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെയായിരുന്നു നിങ്ങൾ. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും.
ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. മലകൾക്ക് രൂപം നൽകുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തൻ്റെ ചിന്ത വെളിപ്പെടുത്തുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതലങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 5. അനുതപിക്കുക. ഇസ്രായേൽ ഭവനമേ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക. ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു, അവൾ ഇനി എഴുന്നേൽക്കുകയില്ല. അവൾ സ്വദേശത്ത് പരിത്യക്തയായി കിടക്കുന്നു, എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, 1000 പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ 100 പേർ മാത്രം അവശേഷിക്കും. 100 പേരെ അണിനിരത്തിയ നഗരത്തിൽ 10 പേർ മാത്രം ശേഷിക്കും. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ബേഥേലിനെ അന്വേഷിക്കുകയോ ഗിൽഗാലിൽ പ്രവേശിക്കുകയോ ബേർഷേബയിലേക്ക് കടക്കുകയോ അരുത്. കാരണം ഗിൽഗാൽ നാടുകടത്തപ്പെടും, ബേഥേൽ ശൂന്യമാകും. ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലനിർത്തുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിൻ്റെ ഭവനത്തിന് നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും. ബേഥേലിൽ ഒരുവനും അത് കെടുത്താനാവില്ല. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും കൂരിരുട്ടിനെ പ്രഭാതമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂതലമാകെ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. പ്രബലർക്കെതിരെ അവിടുന്ന് സംഹാരശക്തി മിന്നൽ വേഗത്തിൽ അയക്കുന്നു. അത് അവരുടെ കോട്ടകൾ തകർക്കുന്നു. നഗരകവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു. സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു. ദരിദ്രനെ ചവിട്ടിയരക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്ത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു. എന്നാൽ നിങ്ങളതിൽ വസിക്കുകയില്ല. മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടുവളർത്തുന്നു, എന്നാൽ അതിലെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല. നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം. നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു. കാലം ദുഷിച്ചതാണ്. തിന്മയല്ല, നന്മ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. നിങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ. നഗരകവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിൻ്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരുണ കാട്ടാൻ കനിഞ്ഞേക്കും. അതിനാൽ കർത്താവ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തെരുവുകളിൽ നിന്ന് വിലാപമുയരും, എല്ലാ വീഥികളിൽ നിന്ന് ഹാ കഷ്ടം എന്ന് പ്രലപിക്കും. അവർ കർഷകരെ കരയാനും വിലാപ വിദഗ്ധരെ വിലപിക്കാനും വിളിക്കും. മുന്തിരിത്തോപ്പുകളിൽ വിലാപമുയരും, കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ ദിനത്തിനായി കാത്തിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ ദിനം? അത് അന്ധകാരമാണ്, പ്രകാശമല്ല. സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുന്നത് പോലെയോ, വീട്ടിലെത്തി ചുമരിൽ കൈ ചേർത്ത് ചാരി നിൽക്കുമ്പോൾ സർപ്പദംശനമേൽക്കുന്നത് പോലെയോ ആയിരിക്കും അത്. കർത്താവിൻ്റെ ദിനം പ്രകാശമല്ല, അന്ധകാരമാണ്, പ്രകാശലേശമില്ലാത്ത തമസാണ്. നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കണ്ട. നിങ്ങളുടെ വീണാഗാനം ഞാൻ ശ്രദ്ധിക്കുകയില്ല. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെയും. ഇസ്രായേൽ ജനമേ, ഭൂമിയിൽ കഴിച്ച 40 വർഷം നിങ്ങൾ എനിക്ക് ബലികളും കാഴ്ചകളും അർപ്പിച്ചുവോ? നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ രാജദേവനായ സക്കൂത്തിനെയും നക്ഷത്രദേവനായ കൈവാനെയും ചുമന്നുകൊണ്ടുപോകുവിൻ. ദമാസ്കസിനപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ പ്രവാസികളായി അയക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവമെന്നാണ് അവിടുത്തെ നാമം. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 6. വ്യർത്ഥമായ സുരക്ഷിതത്വം. സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരിയാഗിരിയിൽ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ കാൽനയിൽ ചെന്ന് നോക്കുവിൻ. അവിടെ നിന്ന് മഹത്തായ ഹമാത്തിലേക്കും ഫിലിസ്തീനയുടെ ഗത്തിലേക്കും ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടവയോ? അതോ അവരുടെ ദേശം നിങ്ങളുടേതിനേക്കാൾ വിശാലമോ?
ആപദ്ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ദന്തനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. വീണാനാദത്തോടൊത്ത് അവർ വ്യർത്ഥഗീതങ്ങൾ ആലപിക്കുന്നു. ദാവീദിനെ പോലെ അവർ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു. ചഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിൻ്റെ നാശം ഗണ്യമാക്കുന്നില്ല. അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളാവുക. നിങ്ങളുടെ വിരുന്നും മധുരോത്സവവും അവസാനിക്കാറായി. ദൈവമായ കർത്താവ് തൻ്റെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നു. യാക്കോബിൻ്റെ അഹങ്കാരം എനിക്കറപ്പാണ്. അവൻ്റെ ശക്തിദുർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. നഗരത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഞാൻ ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഒരു വീട്ടിൽ 10 പേർ ശേഷിച്ചാലും അവർ മരിക്കും. ശവദാഹം നടത്താൻ ബന്ധു മൃതദേഹം സംസ്കരിക്കാൻ എടുത്തുകൊണ്ടു പോകുമ്പോൾ വീടിൻ്റെ ഉൾമുറിയിൽ ഇരിക്കുന്നവനോട് നിന്നോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അവൻ മറുപടി പറയും, ഇല്ല, നാം കർത്താവിൻ്റെ നാമം ഉച്ചരിക്കരുത്. ഇതാ കർത്താവ് കൽപ്പിക്കുന്നു. മാളികകൾ തകർന്നടിയുന്നു, ചെറിയ വീടുകൾ ധൂളിയാകുന്നു. പാറകളിലൂടെ കുതിര പായുമോ? കടലിൽ കാള പൂട്ടുമോ? നിങ്ങൾ ന്യായത്തെ വിഷമാക്കി കളഞ്ഞു, നീതിയുടെ ഫലത്തെ കാഞ്ഞിരമാക്കി. നിങ്ങൾ ലോബ്ദേബാറിൽ ആഹ്ലാദിക്കുകയും ഞങ്ങളുടെ കഴിവുകളിൽ ഞങ്ങൾ കർണായും അധീനമാക്കി എന്ന് പറയുകയും ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഭവനമേ, നിനക്കെതിരായി മറ്റൊരു ജനതയെ ഞാൻ ഉയർത്തും. ഹമാത്തിലെ കവാടങ്ങൾ തുടങ്ങി അരാബായിലെ അരിവ വരെ അവർ നിങ്ങളെ ഞെരുക്കും. സങ്കീർത്തനങ്ങൾ 122. ജെറുസലേമിന് നന്മ വരട്ടെ. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു, കർത്താവിൻ്റെ ഗോത്രങ്ങൾ. ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ അവർ വരുന്നു. അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരുന്നു, ദാവീദ് ഭവനത്തിൻ്റെ ന്യായാസനങ്ങൾ. ജെറുസലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു. നിനക്ക് സമാധാനം. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും.